ഞങ്ങൾ ഉദ്ദേശിക്കുക കേരളത്തിൽ OBC വിഭാഗത്തിൽപ്പെട്ടവർ ഏത് സമുദായത്തിലുള്ളവരായാലും അവർ ഒരു വിഭാഗത്തിലുള്ളവരാണ്. അവരെ മുഴുവനായി ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ഒരു രക്ഷാകവചം തീർത്തെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾ സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടി അവരെ ഒന്ന് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർമ്മനിരതരാക്കിക്കൊണ്ട് അവർക്ക് അർഹതയുള്ളത് നേടിയെടുക്കുവാനും പരിരക്ഷിക്കുവാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു 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 ആൾ ഇന്ത്യ OBC മഹാജന സംഘം എന്ന ഒരു സംഘടനയ്ക്ക് തന്നെ നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായി പിന്നെ നമ്മൾ ഉദ്ദേശിക്കുക, ഇപ്പം മുന്നിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. OBCയിൽ മുന്നിൽ സംവരണ ആനുകൂല്യങ്ങൾ കൂടുതൽ വാങ്ങുന്നവർ, വിദ്യാഭ്യാസ സംവരണത്തിലൂടെ ഉദ്യോഗം നേടിയവർ, അതിലൂടെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളും OBC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മുന്നിൽ നിൽക്കുന്നവർക്കെതിരായി അവർ കുറച്ച് മുന്നിലായിപ്പോയി എന്നുള്ള ഒരു 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 കുഞ്ഞ് അസൂയാലുക്കളെ പോലുള്ള ഒരു സംഭാഷണങ്ങളുണ്ട്. ഇപ്പോൾ അതല്ല, ഏറ്റവും താഴെത്തട്ടിലുള്ളവരെയും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ OBC വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ശക്തി കൂടി സംഭരിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു സംരംഭമാണ് ആൾ ഇന്ത്യ OBC മഹാജന സംഘം. അപ്പോൾ നാളെ ഇവിടെ പ്രസ് ക്ലബ്ബിൽ താഴെ വെച്ച് തന്നെ പിന്നെ ശിവഗിരി പടാധിപതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. സമുദായ നേതൃത്വ സംഘം ഇപ്പോൾ ഏകദേശം ഒരു 54 സമുദായത്തിലെ നേതാക്കൾ ആ സംരംഭത്തിൽ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുക. നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുക, വിവിധ ആവശ്യങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ സമുദായത്തിലെ വിവിധ ഭാഗങ്ങളുണ്ട്, അവരുടെ നിരവധിയായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ എന്താണെന്ന് പഠിച്ചുകൊണ്ട് OBC വിഭാഗം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ആവശ്യത്തെ നേടിയെടുക്കുവാനുള്ള ഒരു ശക്തിയെ ആർജിച്ചെടുക്കുവാനുള്ള ഒരു കൂടുകൂട്ടൽ പ്രക്രിയ എന്ന് പറയാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. പിന്നെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള പിന്നെ ആ പ്രസിഡന്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യായമായ ഒരു 8-9 ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ നമ്മളൊരു 2.5 വർഷക്കാലം കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഭഗീര പ്രയത്നം നടത്തുകയാണ്. അതിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഈ OBC വിഭാഗത്തെ സമുദായമായും പിന്നെ മതരാഷ്ട്രീയങ്ങൾ ഇടപെട്ടുകൊണ്ടും അത് പിന്നെ അതിൻ്റെ മേധാവിത്വം പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തുകൊണ്ടും ഇവരെ ഭിന്നിപ്പിച്ച്, സത്യത്തിൽ അതിൻ്റെ പിന്നെ അടിത്തട്ട് പരിശോധിച്ച് നോക്കിയാൽ ഈ OBC വിഭാഗത്തെ പല തട്ടുകളിലാക്കി ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ചങ്ങലയ്ക്ക് പൂട്ടി ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഭാഗത്തോട്, സഹോദരങ്ങളോട് പറയുക, ജാതിയും മതവും ഒക്കെ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയത്തിലും ആയിക്കോട്ടെ, പക്ഷേ OBC വിഭാഗത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കുടുംബമായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് സംരക്ഷിക്കപ്പെടാൻ പറ്റൂ. അതൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞാലേ, 2021 മുതൽ 26 വരെ ഇന്ത്യയിൽ ഏകദേശം 518ഓളം ജഡ്ജി നിയമനങ്ങളാണ്. ഹൈക്കോടതി, സുപ്രീം കോടതിയിലെ ജഡ്ജി നിയമനങ്ങൾ. അതിൽ നമ്മൾ പരിശോധിച്ചാൽ OBC വിഭാഗത്തിൽപ്പെട്ട ആകെ 80 പേർക്ക് മാത്രമാണ് ആ നിയമനം നടന്നിട്ടുള്ളത്. 80 പേർക്ക്. ഇനിയൊരു 318ഓളം നിയമനങ്ങൾ അത് നികത്താനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഒന്ന് സമ്മർദ്ദം ചെലുത്താമെന്ന് നമ്മളത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുക, ഈ OBC വിഭാഗത്തിന് ആവശ്യമായ ജഡ്ജി നിയമനങ്ങളിൽ അവർക്ക് ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമനിർമ്മാണം നടത്താം.